നീ കണ്ടോ ഞാൻ മുളക് തേച്ചത്? ഞാൻ കണ്ടു. നീ കണ്ടോ ഞാൻ കണ്ടു. ഞാൻ കണ്ടു. കണ്ടേ ഞാൻ മുളക് തേച്ചത്? ഞാൻ കണ്ടു. നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? എന്തോ ഇങ്ങനെ ചെയ്യുന്നു ഓ അനുഗ്രഹിക്കുന്നതായിരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് ഷീ സ്റ്റാർട്ട് ലൈക്കണോ കണ്ണ് നീറുന്നു എന്ന് പറഞ്ഞിട്ട് യു ഡോണ്ട് ബിലീവ് 4 വർഷമായിട്ട് അവൾ ഇപ്പോഴും ആ കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് കൊണ്ടാണ് നടക്കുന്നത്. ഷീ കനോട്ട് ലീവ് വിതൗട്ട് ഇറ്റ്. എവിടെയോ കിടക്കുന്ന പുള്ളിക്കാരുടെ ആർമിക്കകത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ അത് കൊണ്ടുവന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ആ കണ്ടപ്പോൾ നല്ലൊരു ആർട്ടിക്കിൾ എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഷെയർ ചെയ്തെന്ന്. ഞാൻ ഗബ്രീനൊക്കെ പേഴ്സണൽ ഞാൻ ചോദിച്ചതാണ്. അവൻ പറഞ്ഞത് അവൻ ആക്ച്വലി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഈശ്വരനെ കൊല്ലുവോ? എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് 2 കാര്യം വിട്ടുള്ളൂ, 2-3 കാര്യം വിട്ടു. ഒന്ന് പറഞ്ഞത് പ്രേമിക്കരുത്, 2 പറയാൻ പറ്റില്ല. അത് ഇപ്പോഴും പറഞ്ഞ ആൾക്കാരുടെ ചീത്ത പറയും. ജിൻഡോ മത്സരാർത്ഥി ഷോയ്ക്കകത്ത് മണ്ടനായി അഭിനയിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. ഹീസ് ഇന്നസെന്റ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈസ് വെരി സ്മാർട്ട് ആൻഡ് കണ്ണിങ്. ഇപ്പൊ റോക്കി ആണെങ്കിലും അങ്ങനെ ഒരു ആക്ടിനകത്തല്ല പുറത്താക്കപ്പെട്ടത് ആയില്ലേ, എന്നിട്ട് പുള്ളിക്കാരനെ ഫിനാലേക്ക് പോലും വിളിച്ചിട്ടില്ല. അയാളൊരു സീൻ പോലും മറ്റേ വീഡിയോസിനകത്തും കാണിച്ചിട്ടില്ല. എന്നിട്ടും ഇതേപോലെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രജിത് കുമാറും ഡോക്ടർ റോബിനും. എന്നിട്ട് അവരെ ചലഞ്ചേഴ്സ് ആയിട്ട് വേറൊരു സീസണിൽ കൊണ്ടുവന്നില്ലേ? അപ്പൊ ആ കാണിക്കുന്ന എന്താണ്? ഫൺ എലമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ട് ഈ മറ്റേ പവർ റൂം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോകും. അതും ആർക്കും അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അവരൊക്കെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇംഗ്ലീഷിലേക്ക് കുറെ ആൾക്കാർ അങ്ങനെയാണ് സേവ് ആയി പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ആഫ്റ്റർ ഐ റീച്ച് എ പോയിന്റ് ലൈക്ക് എനിക്കങ്ങനെ വലിയ സൈബർ അറ്റാക്ക് ഒന്നും എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ബിക്കോസ് എനിക്ക് ചിലവ് വരുന്നവരല്ല. ആൻഡ് ദേ ആർ വെരി ജോബ്ലെസ്. ലെറ്റ് ദം ഡു ഇറ്റ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹേ ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് കുറെ സ്പെഷ്യൽ വിശേഷങ്ങളുമായിട്ട് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. നമസ്കാരം അലക്സാൻഡ്ര ജോൺസൺ. നമസ്കാരം, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. ഇന്ന് വന്നിരിക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു ലുക്ക് കൂടെ ഇന്ന് മുതൽ അല്ല ഈ ഒരു എപ്പിസോഡിൽ കണ്ടു തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇനി കുറച്ച് കഴിയുമ്പോൾ ബോർ അടിക്കുമ്പോ ഞാനത് റിമൂവ് ചെയ്ത് കളയും. ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു മേക്ക് ഓവർ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണോ? അങ്ങനെയല്ല, ഞാൻ ചുമ്മാ ബാംഗ്ലൂർ പോയപ്പോ ഫ്രണ്ടിന്റെ കൂടെ പോയി പുള്ളിക്കാരി മറ്റേ ബെല്ലി പിയേഴ്സിങ് ചെയ്ത് കണ്ടപ്പോ ഐ തോട്ട് കുറെ കാലയല്ലേ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ച് ഒരു 2 മണിക്കൂർ ഇരുന്ന് ആലോചിച്ചിട്ട് എടുത്ത ഡിസിഷനാണ്. കുത്തി കഴിഞ്ഞപ്പോ വേണ്ടാന്ന് തോന്നി. പക്ഷേ ബട്ട് ഇറ്റ്സ് നൈസ്. പീപ്പിൾ ആൾക്കാർ ഞാൻ തന്നെ ഭയങ്കര യൂസ്ഡ് ആവുന്നേ ഉള്ളൂ എന്റെ ഫേസ് കണ്ടിട്ട്. അതില് ബാക്കില് സ്ക്രൂ ഉണ്ട്. അപ്പൊ അത് പറയും. അപ്പൊ ആൾക്കാർക്ക് വേറെ പണിയില്ല, സ്വന്തം തോന്നിയോ? ഞാനിപ്പോ അങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങുന്നില്ല, ആൾക്കാരെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ DJ ആണെങ്കിലും ഐ എം ഗോയിങ് ദേർ, ഐ എം പെർഫോമിങ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഡിസ്റ്റർബൻസ് ഇല്ല. സംസാരിക്കുമ്പോഴാണ് ചെറുതായിട്ട് മറ്റേ പെയിൻ വരുന്നത്, അല്ലാതെ ഇറ്റ്സ് ഓൾ നോർമൽ. ഒരു DJ ആകുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസിനേക്കാൾ ഒപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ നമ്മുടെ ഒരു പ്രസന്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ലുക്ക് കൊടുക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം കൂടിയാണ് അല്ലേ? ഇത് ശരിക്കും ബോധപൂർവം ഉണ്ട്, ചെയ്യാറുണ്ടോ? അല്ല, ബോധപൂർവം ഉണ്ട്, പക്ഷേ അതിൽ നമ്മൾ കംഫർട്ടബിൾ ആവുന്ന ഒരു ലെവലും കൂടി ഉണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ദേ ഓഫർ മീ ലൈക്ക് ഇതിട്ട നല്ല ഭംഗി ഉണ്ടാവും, യു ലുക്ക് ഡിഫറെന്റ്, ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. ഐ ഫീൽ ലൈക്ക് എനിക്ക് ലൂസ് ടീഷർട്ട് ആണെങ്കിൽ ഐ എം വെരി കംഫർട്ടബിൾ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കാരണം ഇനിഷ്യലി അങ്ങനെ അല്ലായിരുന്നു, ചെറുതായിട്ടൊന്ന് മറ്റേ എന്താ പറയാ ജീവിതം നന്നായിപ്പോ ഞാൻ തടി വെച്ചത് ശരീരം നന്നായി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ്, പേഴ്സണലി എന്റെ കാര്യം പറയുന്നത്, എനിക്ക് ദാറ്റ് മാറ്റേഴ്സ് ടു മീ. അപ്പൊ ചിലപ്പോൾ ഞാൻ പണ്ടിരുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ലൈക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പം ഐ ആം, ബട്ട് പണ്ടത്തെ ഒരു കോൺഫിഡൻസിന്റെ കുറവ് എനിക്കുണ്ട്. ദാറ്റ്സ് വൈ ഐ എം ലൈക്ക് വർക്കിംഗ് ഔട്ട്, ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ ഓവർ ഈറ്റ്. ഈ ആളുകൾ എങ്ങനെ നോക്കിക്കാണും എന്ന ചിന്തയാണ് കുറെ ആൾക്കാർ. എനിക്ക് എന്നെ തന്നെ ഓക്കെ ആയിരിക്കണം, എന്താ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? എനിക്ക് എന്നെ തന്നെ ഓക്കെ ആയിരിക്കണം. ഞാൻ എന്തായാലും പെർഫോം ചെയ്യുമ്പോൾ എന്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് പോകരുത്. ലൈക്ക് എന്റെ കോസ്റ്റ്യൂംസിലേക്ക് ഈശ്വര നല്ലതാണോ, എനിക്ക് ചേരുന്നുണ്ടോ, ഹൗ ആർ ദേ ജഡ്ജിങ് മീ? ഐ ഡോണ്ട് വാണ്ട് ദം ടു ലൈക്ക് ജഡ്ജ് മീ വിത്ത് ആ ഒരു ലുക്ക്. ദേ ഷുഡ് ജഡ്ജ് മീ വിത്ത് മൈ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആൻഡ് മോർ ഓവർ ഐ എം നോട്ട് ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ഐ എം നോട്ട് ദാറ്റ് കോൺഫിഡൻറ്റ് ടു ലൈക്ക് ലൈക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് പോയിട്ട്
ഇല്ല, എനിക്ക് ആ കോൺഫിഡൻസ് എത്തിയിട്ടില്ല. നമ്മുടെ ഈ സീസൺ 6 കാണുമ്പോൾ പലപ്പോഴും ഹൗസിന് പുറത്ത് വരുന്നവര് പരസ്പരം ബ്ലെയിം ചെയ്യലും അല്ലെ കരിവാരി തേക്കലും കണ്ട് എന്ത് തോന്നുന്നു ശരിക്കും ഇത് ഇത്തരത്തിൽ കാണുമ്പോൾ ഇത് എന്തിന് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ അവര് ഇത് ഭയങ്കര ഒരു ഗെയിം ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് വളരെയധികം കൃത്യമാണ്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദറ്റ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും എനിക്ക് അതിനകത്തും തോന്നിയിട്ടില്ല, പുറത്ത് ഉണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ ഇത് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സീസൺ വെച്ച് കാര്യം പറയട്ടെ, അതിൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് അസ് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാരും ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പൊ വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് അതൊരു കണ്ടന്റിന് വേണ്ടി മാത്രം മാറ്റിയെടുക്കുന്നത്? അല്ല, അതിൽ നമ്മൾ വൈബ് എന്നുള്ള സാധനമുണ്ട്. എന്റെ വൈബ് കണക്ട് ആവുന്ന ആൾക്കാർ, ഞാൻ എന്താന്നും എനിക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നും എനിക്ക് എന്തൊക്കെ വേണ്ട പോട്ടെ എന്ന് വെക്കാന്നുള്ളത് എനിക്കറിയാം. അതേപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. അതുപോലെ ചിന്തിക്കാത്ത രണ്ടാൾക്കാർ തമ്മിൽ വരുമ്പോഴാണ് ക്ലാഷ് ഉണ്ടാവുന്നത്. ആ ക്ലാഷിലാണ് മൊത്തത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം വലിയ പ്രശ്നവും അടികളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സമയത്ത് കയറി ചെന്ന സമയത്താണ് ഞാൻ വിളിക്കണം, എന്തായാലും ഇതൊരു ഗ്രൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുക, 2 ഗ്രൂപ്പ് തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെയാണ് ഉള്ളത്. അങ്ങനെയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ചേരുന്നത്. എനിക്കതിനകത്ത് മറ്റുള്ള കണ്ടുകൂടായിരുന്നു. പക്ഷെ ഐ വാസ് ലൈക്ക് പേര് പറയാൻ പോലും തയ്യാറാവുന്നില്ല. അതൊന്നല്ല, ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം തീരെ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ആ ഒരു വ്യക്തിയായിട്ട് മാത്രമാണ്. നോ, സീറോ കോണ്ടാക്ട്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തുകൊണ്ട് ആ വ്യക്തിയായിട്ട് ഞങ്ങൾ ഇനിഷ്യൽ ടൈമിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള് അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഡാമേജ് ആണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരാൾ നമുക്ക് ഡാമേജ് ചെയ്തു എന്നിട്ട് ആകെ 10 പേര് അറിയുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഈ കോടാടി കോണിലുള്ള ആൾക്കാർ മുഴുവൻ പുള്ളിക്കാരുണ്ടാക്കിയ ഡാമേജ് കാരണം ഞങ്ങൾ അവര് വേറെ വിറ്റ്നസ്, അയാളാണ് റീസൺ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്. എന്നിട്ടും ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ബിഗ് ബോസിലെ മറ്റേ ഇറങ്ങി സമയത്തുള്ള. അതിനകത്ത് വന്നിട്ടും സ്റ്റിൽ യു ട്രൈങ് ടു ഡു സം കുത്തിത്തിരിപ്പ്. കാരണം ബാക്കിയുള്ള ഈ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ച് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുമ്പോൾ എവിടെയോ കിടക്കുന്ന പുള്ളിക്കാരുടെ ആർമിക്കകത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ അതുകൊണ്ടുവന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഉണ്ട് ഇതിനകത്ത് ഉള്ള എല്ലാവരെ കുറിച്ചും ഭയങ്കര മോശമായിട്ട്. അല്ല, പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ആ കണ്ടപ്പോൾ നല്ലൊരു ആർട്ടിക്കിൾ എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഷെയർ ചെയ്തെന്ന്. മോശമാണ്. ഐ വാസ് ലൈക്ക്, ഞാനാണ് എൻ്റെ ആദ്യം റിയാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്താണ് നല്ലതായിട്ട് തോന്നിയത്, കാരണം ഇതിനകത്ത് എല്ലാവരും മോശമായിട്ടാണ് പറയുന്നത്. ഞാൻ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് ഇറങ്ങിപ്പോയി. ബിക്കോസ് ഐ വാസ് ലൈക്ക് നമുക്ക് എങ്ങനെ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ലൈഫിലാണെങ്കിലും എനിക്കൊരാൾ വ്യക്തി ജെന്യുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അവരായിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവെക്കാൻ താല്പര്യമുള്ളൂ. എനിക്ക് പുള്ളിക്കാരനായിട്ടുള്ള മേജറായിട്ടും എനിക്കൊരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ കാണുന്ന സിറ്റുവേഷന് വേണ്ടിയിട്ട് അപ്പം എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സും പിന്നെ ഹി നോസ് ഇറ്റ് ഹൗ ടു മാനിപ്പുലേറ്റ്. അതൊരു കഴിവാണ്. മാനിപ്പുലേഷൻ ഇസ് ആർട്ട്. പുള്ളിക്കാരൻ അതിൽ അടിപൊളിയാണ്, ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഞാൻ പറയും, പിന്നെ എനിക്ക് പറയുന്ന കുറെ കാര്യങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനായിട്ട് സീൻ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവർക്ക് കുറെയൊക്കെ വിലയിരുത്താൻ പറ്റും, എങ്ങനെയൊക്കെ മാറ്റിയെടുത്താലും കുറെയൊക്കെ വിലയിരുത്താം. പക്ഷെ ഇത്തരത്തില് വിലയിരുത്തലുകൾ തെറ്റിപ്പോയി എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പുറത്തോട്ട് വരുമ്പോഴാണെങ്കിലും എയർപോർട്ടിലെ സ്വീകരണമായിട്ട് കിടക്കുന്നു, അതൊന്നും പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? കാരണം ഏഷ്യന്റ് കാണിച്ചുകൊണ്ടാണ്. ഞാൻ ഓൾമോസ്റ്റ് വന്ന എല്ലാ സീസൺ ഞങ്ങളുടെ സീസണിന്റെ കുറച്ച് എപ്പിസോഡും ബിബി കട്ടൊക്കെ കണ്ട സമയത്ത് അകത്ത് നടന്നത് സിറ്റുവേഷൻസ് ഡിഫറെന്റ്, പുറത്ത് വന്നത് ഇസ്ലേക്കിനോ പുള്ളിക്കാരനെ കോർണർ ചെയ്യുന്നു. അയാൾ ആരും കോർണർ ചെയ്യുന്നില്ല, അയാൾ ഞങ്ങളെല്ലാരും കോർണർ ചെയ്തിട്ട് അയാൾ ഞങ്ങളെല്ലാരും ചൊറിഞ്ഞ് നമുക്ക് അവസരം മിണ്ടണ്ടാന്നൊരു അവസ്ഥ എത്തില്ലേ. ഞങ്ങൾ അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കോർണറിൽ പോണത്. ഹീസ് എ വില്ലൻ. ബാക്കി എല്ലാരും അതിനകത്ത് അനുഭവിക്കപ്പെട്ട ആൾക്കാരാണ്. ജനങ്ങളുടെ മനസ്സിൽ ഹീറോ ആയിരുന്ന ആണ്. കാരണം നോക്കുമ്പോ ഞങ്ങളൊക്കെ ഓഡിയൻസ് നോക്കുമ്പോ ഞങ്ങളമാരാണ് വില്ലന്മാര്. ഞങ്ങൾ അവര് കോൺവെർസേഷൻ ഉണ്ടായി, എന്നെ വന്ന് ചൊറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുവാണ്. യു ടെൽ മീ വൈ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏഷ്യന്റ് കാണിക്കുന്നത് ഞാൻ ആ ചോദ്യം ചെയ്യുന്നതാണ്. പുറകെടുത്തിട്ട് വെറുതെ അവിടെ ചായ കുടിച്ചോണ്ട് എന്നെ വന്നിട്ട് ചൊറിഞ്ഞിട്ടുണ്ടാവും. എന്താ കാണുന്നത്? ഓ ടാറ്റു, ഓ ടാറ്റു പോണത്. അങ്ങനെയായിരിക്കും ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പുറകെ പോവാണ്, എന്താ പ്രശ്നം. ഞങ്ങളുടെ സീസണിൽ ലൈവ് ഉണ്ടായിരുന്നില്ല. ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ മെജോറിറ്റി പ്രശ്നം തീർന്നു കിട്ടിയാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ മറ്റേ ഒറ്റയ്ക്ക് പോയിരുന്ന കഥ പറച്ചിലാണല്ലോ.
അവർ വെറും പ്രേമോ നാടകമാണ്, വോട്ട് പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംവേർ എവിടെയെങ്കിലും തോട്ട് രജിസ്റ്റർഡ് ആയിരിക്കും. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. അതിനിടയ്ക്ക് പോരാതെ ഏഷ്യൻ്റെ വക സ്വന്തമായിട്ട് വേറെ മറ്റേ അങ്ങനത്തെ പരിപാടിയും കൂടെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവസാനം നമുക്ക് there is no solution. It's done. അലക്സാൻഡ്ര എന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റന്റ് ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പോർട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ശരിക്കും ആ സീസൺ 2 പിന്നീട് കുറെ ഇഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ വെറുപ്പ് എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള കാരണം രജിത് കുമാർ എന്ന വ്യക്തി തന്നെയായിരുന്നു. ആയിരുന്നു. പിന്നെ ഒബിയസ്ലി മറ്റേ റിലേഷൻഷിപ്പ് നിങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അയ്യോ അതിനകത്ത് ഭയങ്കര വലിയ സീൻസുകളായിരുന്നല്ലോ ഉണ്ടായത്. ലൈക്ക് അവന്റെ കസിൻ വരുന്നതും അവിടെ നിന്ന് ഉണ്ടാവുന്ന ഫൈറ്റുകളൊക്കെയാണ് മേജർ സീൻസ്. അവിടെയാണ് ആൾക്കാരെ കല്ല വെച്ച് അരയ്ക്കാനുള്ള സീൻ വന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർ കാണുന്നത് വെച്ചാൽ ഓക്കെ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നിട്ടും ഞാൻ ഉളുപ്പില്ലാണ്ട് ഞാൻ അവന്റെ പുറമെ നടക്കുന്നു. എനിക്കറിയാം ഇവൻ വന്നു കഴിഞ്ഞപ്പം ഇവൻ പറയുന്നുണ്ട്, ഇവന്റെ കസിൻ പറയുന്നുണ്ട്, പിന്നെയാണ് പറയുന്നത്. പക്ഷെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞോണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് എനിക്കറിയാമായിരുന്നു. ഐ ആസ്ക്ഡ് ഹിം ഓൾസോ. ഞാൻ ചോദിച്ച സമയത്തും എന്നോട് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇത് വന്ന സമയത്താണ് പിന്നെ പുറത്തിറങ്ങി പറഞ്ഞു. സൂപ്പറായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീസൺ തന്നെ ഒരു പക്ഷെ റീക്രിയേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു സമാനമായ സംഭവമാണ് ശരിക്കും സീസൺ 6 എത്തുന്നത് അല്ലെ. ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അല്ല ഇത് എവിടേക്ക് ഇത് കണക്റ്റഡ് ആയി പോയതുകൊണ്ടായിരിക്കും. പക്ഷെ പ്രേക്ഷകർ നിങ്ങളുടെ ഒരു പേരിനെ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും സീസൺ കണ്ടിരുന്നോ? സീസൺ 6 കണ്ടു. ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ആഫ്റ്റർ പോയിന്റ്സ് ആണ്. ഞാനൊക്കെ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് 2 കാര്യം വിട്ടുള്ളൂ, 2-3 കാര്യം വിട്ടു. ഒന്ന് പറഞ്ഞത് പ്രേമിക്കരുത്, 2 പറയാൻ പറ്റില്ല. അത് ഇപ്പോഴും പറഞ്ഞ ആൾക്കാരുടെ ചീത്ത പറയും. അതിലിപ്പോ എന്താ ഇനിയിപ്പോ പറയാലോ, കഴിഞ്ഞു സീസൺ ഇറങ്ങി, ഇനി വോട്ടിംഗ് ഒന്നുമില്ല. പറഞ്ഞോളൂ, 2 ഏതാ? സ്മോക്ക് ചെയ്യരുത്. അത് നല്ല അന്തസ്സായി ചെയ്തിട്ടുണ്ട് അല്ലേ? പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വീട്ടിൽ പറഞ്ഞത്. ചെയ്യരുത് പറഞ്ഞല്ലേ? ഇനിയിപ്പോ നാട്ടുകാരോട് പറയണ്ട, കാരണം ഇനി വീട്ടുകാരുണ്ട്, വീട്ടുകാർ ഓൾറെഡി കണ്ടും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല. 3 അതാണ് എനിക്കൊന്നും ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. 3-ാമത്തെ 2 ശ്രദ്ധിക്കണമെന്നാണ് 3. ഞാൻ പറയില്ലേ ചെന്നപ്പോ തന്നെ ഇതൊക്കെ മറന്ന്. ഞാൻ മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ് മോഡായിരുന്നു. ഇവിടെ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണോ അലക്സാണ്ടർ സ്മോക്ക് ചെയ്യുന്ന വീട്ടുകാർ അറിയുന്നത്? അതിന് പോലെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ സ്മോക്ക് ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല. അറിയോ വീട്ടുകാർക്ക്? സ്മോക്ക് ചെയ്യരുതെന്ന് വീട്ടുകാർക്ക് പറയാൻ പറ്റിയ? അല്ല, ഇവര് അച്ഛൻ മറ്റേ കാണുന്നുള്ളൂ. ഇവർ ഒബ്വിയസ്ലി കയറുന്ന മറ്റേ സീസണൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ആണുങ്ങൾ സ്മോക്ക് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അച്ഛൻ പിന്നെ അതുകൊണ്ടാണ് മൊത്തച്ചുരുക്കി പറഞ്ഞതാണ് അച്ഛൻ ഒരിക്കലും അറിയത്തില്ല. അതുകൊണ്ട് അതിലെപ്പോഴും പറയാം ഞങ്ങൾക്ക് ഇത്രയും കാര്യം അറിയില്ല ഇതോടെ സ്മോക്ക് ചെയ്യുന്നത്. ഘട്ടമുണ്ടെന്ന് പറയും സാധാരണ അല്ലെ. നമുക്കിത് ആദ്യം വലിക്കുന്നുള്ള തോന്നില്ലേ, വീട്ടുകാർ കാണുമോ, അച്ഛൻ അറിയോ എന്നുള്ള പേടി നാട്ടിൽ കാണും. 2-ാം സെക്ഷനിൽ ഇത് ഉപയോഗിക്കാതെ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, മെല്ലെ ആരെങ്കിലും ഒക്കെ 2-3 ആൾക്കാരെ കാണിക്കാനുള്ള ശ്രമം നടത്തും. അടുത്തൊരു ഘട്ടത്തിൽ പറയും എന്താ പറയാ, നാട്ടുകാർ കണ്ടു, ഇനി കുഴപ്പമില്ല, ഇനി ധൈര്യമായിട്ട് വലിക്കാന്ന് പറയും. ഇല്ല ഞാൻ വലിക്കില്ല. എവിടെയോ ഈ വ്യത്യാസം ഞാൻ ഇപ്പത്തെ കാര്യമല്ല പറഞ്ഞത്, ഒരു കാലഘട്ടത്തിന്റെ സമയത്ത് ഞാൻ പറയുന്നത്. അപ്പോഴൊന്നും നിങ്ങളിപ്പോ ഈ പറയുന്ന തോട്ടൊക്കെ നിങ്ങൾക്ക് ചെറുപ്പം മുതലുള്ള തോട്ടല്ലേ? ഞാൻ കുറെ കേട്ടിട്ടുള്ളത് അല്ലേ? ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. എടോ വീട്ടിൽ അച്ഛൻ ഇപ്പൊ എങ്ങനെ. ഞങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുന്ന പോലുമില്ല. ഈ സ്മോക്കിംഗ് എന്നുള്ള കാര്യമൊക്കെ വരുന്നത് കുറച്ചൊരു രൂപാന്തരം പ്രാപിച്ച് വന്ന് ഒരു നോ ഐ സ്റ്റോപ്ഡ് ഇറ്റ്. പിന്നെ വീട്ടില് മറ്റേ കാലം സാഷ്ടാകം വേണ്ടിട്ട് ഇനി ഞാൻ വീട്ടിൽ കേട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീനായിരുന്നു. ഓ വേണമെങ്കിൽ ഒരു ലൈസൻസ് കിട്ടിക്കോട്ടെ എനിക്ക് വീട്ടില് എനിക്ക് എല്ലാത്തിനും ലൈസൻസ് ഉണ്ട്. ഇനിയിപ്പം അവർക്ക് കാണരുത്, നാട്ടുകാർ കണ്ട പ്രശ്നം വിചാരിക്കുന്ന സാധനം ഇത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവരൊക്കെ കാണാൻ പറ്റുന്ന പാകത്തിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത്. ചെയ്യണ്ട. ഇതിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് അവിടെ ടെൻഷൻ അടിച്ച് മറ്റേ പ്രാന്ത് കയറി എടുത്ത സമയത്ത് എനിക്ക് കണ്ട ഒരു ഓപ്ഷൻ ആയിരുന്നു. മുമ്പ് ഉള്ളത് കൊണ്ട് ഐ തോട്ട് ഓക്കെ ഫൈൻ, മേ ബി വലിച്ചാൽ സെറ്റ് ആവും എന്ന് വിചാരിച്ച വലിച്ചാണ്. പിന്നെ വലിച്ച് അവിടെ ഇരുന്ന് മറ്റേ കരച്ചില് സീരിയലൊക്കെ ആയപ്പോ ഇവരുടെ അടുത്ത് കാണിച്ച് എനിക്കറിയില്ലായിരുന്നു കാണിക്കുന്നുള്ള. എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അവർ കാണിക്കൂല എന്നുള്ളത്. ഞാൻ തമിഴ് കണ്ടിട്ടുണ്ട്, തമിഴ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം, പക്ഷെ അവർ ഒരിക്കലും കാണിച്ചിട്ടില്ല. അപ്പൊ ചേച്ചി മലയാളം ഒരിക്കലും കാണിക്കൂല.
ആ വ്യത്യാസം കറക്റ്റ് മനസ്സിലാകാൻ പറ്റി നന്നായിട്ട് മനസ്സിലായി ഉണ്ട്. മനസ്സിലായി. ഈ ഇതിലോട്ട് വരുന്ന സമയത്ത് 6 വരുന്ന സമയത്ത് എങ്ങനെ അതിലോട്ടാണ് നമ്മൾ തുടങ്ങിയത്? എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി ശരിക്കും? അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സോ അതും ഈ കണ്ട എപ്പിസോഡ് തമ്മിൽ എനിക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെല്ലാരും ഭയങ്കര ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വന്ന് ലൈക്ക് ലവിന്റെ വരെയല്ല ഞാൻ പറയുന്നത്, എല്ലാം ആയിക്കോട്ടെ അടി ഉണ്ടാക്കണമെന്നോ. അലക്സാണ്ടർ പറഞ്ഞു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് സമയം എടുത്തിട്ടാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് എന്നുള്ളൊരു കാര്യം. തുടങ്ങി വെച്ച സിറ്റുവേഷൻ അല്ലേ? പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് അത് പ്രണയമായിരുന്നില്ല, സിറ്റുവേഷൻഷിപ്പ് അല്ലല്ലോ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് എവിടേക്ക് ഒരു തുടക്കത്തില് ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു. ശരിയ വ്യത്യാസം കാണും. ഞാൻ ഗബ്രീനൊക്കെ പേഴ്സണൽ അറിയാൻ ചോദിച്ചാണ്. അവൻ പറഞ്ഞു അവൻ ആക്ച്വലി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഈശ്വരനെ കൊല്ലുവോ? അങ്ങനെയല്ല, ഇല്ല ഗബ്രി സുഹൃത്ത് എന്നല്ലേ പറഞ്ഞല്ലേ? അല്ല അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ട്. ഞങ്ങളുടെ ചോദിച്ചോ ഗബ്രിക്ക് അതിന് ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ എന്തുകൊണ്ട് അവിടെ ചോദിക്കാനൊന്നുമില്ല. ഞാൻ വെറുതെ ഇത്ര ചോദിച്ചോളൂ. ബിക്കോസ് ഐ ഓൾസോ ഡിഡ്ന്റ് വാണ്ട് ടു ഗെറ്റ് ഇൻടു എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ. അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചു, നിനക്ക് സത്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു? എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു. തിരിച്ചു ചോദിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പറയാം? അതായത് കുറെ കൂടി ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഒരു സൈബർ അറ്റാക്ക് അല്ല എനിക്ക് തോന്നി അത് ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇല്ല അങ്ങനെയാണെങ്കിൽ കുറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഡൗട്ട് എനിക്ക് അറിയാനുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഐ റിയലി ഡോണ്ട് വാണ്ട് ടു സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് എൻറ്റയർ സിനാരിയോ. സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കങ്ങനെ ഇൻവോൾവ് ആവാൻ താല്പര്യം ഇല്ല. ഈ ശരിക്കും ഈ ക്ലാരിറ്റി കുറവാണോ കുറെ കൂടി സൈബർ അറ്റാക്കിന് കാരണമായി എന്ന് തോന്നുന്നുണ്ട് ഇവരുടെ കാര്യത്തില്? ഇല്ല ഞാൻ ആ ഒരു കാര്യത്തിൽ കമന്റ് പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അവരെന്താ ഉദ്ദേശിച്ചത്, അവരെന്താ ചെയ്തത് എനിക്ക് സത്യം അറിയത്തില്ല. നിങ്ങൾ എന്റെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലേക്ക് വിട്ട് ഒരു പ്രേക്ഷക നിലയിൽ എങ്ങനെ ഇത് വിലയിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്? അല്ല എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് ഇപ്പോഴും അറിഞ്ഞോളത് ജെന്യുവൻ ആയിരുന്നോ അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ മാത്രമല്ല അലക്സാണ്ടർക്ക് നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനും അറിയാം. തേങ്ങ കൊലയാണ് പൊക്കോടോ അവിടുന്ന്. അല്ല നിങ്ങൾ ഈ പറയുന്ന സമയത്ത് എനിക്കും എന്റെ കണ്ണി കൂടെ ഞാൻ സീനൊക്കെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഐ എം കൺഫ്യൂസ്ഡ് സത്യമായിട്ടും. ഇല്ല എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോരെ, ഇല്ല അവർ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ. എടാ അവരിപ്പോ പുറത്ത് ഒരുമിച്ചുണ്ട്, അവരിപ്പോഴും ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നോ, അവർക്ക് ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ, അല്ലെങ്കിൽ ഞാൻ ഒരു ക്ലാരിറ്റിയും കൺഫർമേഷനും എവിടെയും കേട്ടിട്ടില്ല. ഞാൻ വന്നിട്ട് ഇനിയിപ്പോ എന്ത് പറയാൻ അവര് പണ്ട് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അവരിപ്പോഴും കാണിക്കുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എനിക്ക് ഇപ്പോഴും അവരെ അറിയാം, അപ്പോഴും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത്. എന്നെ അവരല്ല പുറത്തുള്ളവരെയും പറഞ്ഞു. ഞാൻ എന്റെ വെച്ച് നോക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുത്തിട്ടായിരുന്നു, വരെ പെട്ടെന്ന് വന്നായിരുന്നു എന്നുള്ളത് പറഞ്ഞു വെച്ചു. അത്രേ പറഞ്ഞോളൂ. 70% നിർത്തി, ബാക്കി 30%. ഞാൻ ആലോചിച്ചിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കത് കമ്പയർ ചെയ്യാൻ പോലും ചെയ്യാൻ പറ്റില്ല. രണ്ട് ഡിഫറെന്റ് സിനാരിയോ ആൻഡ് സീനാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഐ വാസ് സിംഗിൾ. ഞാൻ ഒടുക്കത്തെ സിംഗിൾ ആയിരുന്നു. ഞാൻ കെട്ടിയോനും ഇല്ല. ഇത് എന്റെ കാര്യമല്ല, കുറെ എല്ലാ വർഷം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ സിംഗിൾ എന്ന് പറയുന്ന സമയത്ത് വെരി ഹാപ്പി. അതിന്റെ ഒപ്പം പറയണോ അല്ലേ? പക്ഷെ ഇത് മാറില്ലേ കുറച്ച് കഴിയുമ്പോ? സി എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഐ എം റെഡി ടു ഗെറ്റ് കമ്മിറ്റഡ്. ഞാൻ റെഡി അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ വെച്ച് എന്ന് വെച്ചിട്ട് ആരുമായിട്ടും എന്തോ ഇല്ല. പക്ഷേ പണി കിട്ടി ഐ മീൻ സ്റ്റേജ് ലൈക്കിനോ പേടിക്കുന്നല്ല. എനിക്ക് ഇത്ര വയസ്സായില്ലേ, ഇപ്പൊ എനിക്കത് ചിന്തിക്കാനുള്ള ബോധമുണ്ട്. എത്ര ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് I know that I have given my 100%. എന്നിട്ടും ആ റിലേഷൻഷിപ്പ് വർക്ക് ഔട്ട് ആവുന്നില്ലെങ്കിൽ there are certain reasons എന്തുകൊണ്ടാന്നുള്ളത്. അത് എനിക്ക് മേജറായിട്ട് മറ്റേ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കുറെ റീസൺസ് ആണ്. ലൈക്കണോ അവർക്ക് മേ ബി they don't want to be in a committed relationship or whatever it is. അപ്പം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് ഒരു തേപ്പോ അല്ലെങ്കിൽ നമുക്കൊരു റിജക്ഷൻ വരുന്ന സമയത്ത് അടുത്തതിലേക്ക് പോവാനായിട്ട് യു തിങ്ക് ടു മച്ച്. നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ ഇല്ല, പറ്റില്ല. പക്ഷേ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. പോയിരുന്ന് വർത്താനം പറയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ വർത്താനം പറഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. നമ്മളപ്പോ ഒരു സെഗ്മെന്റിലോട്ട് പോവാണ്. പറയാതെ വയ്യ, ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പൊ അതിനുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളത് റിയാക്ഷൻ മതിയോ? ഓക്കെ, റിയാക്ഷൻ എന്നുള്ളത് വാക്കുകളിൽ വരണം. ഓക്കെ, യെസ്.
സോ പറയാതെ വയ്യ, ബിഗ് ബോസ് മലയാളം സീസൺ 6 നേരിട്ട പ്രശ്നങ്ങൾ ആ ഷോയുടെ ക്രെഡിബിലിറ്റിനെ കളഞ്ഞു കുളിച്ചു. ഐ ഫീൽ കുറച്ചുകൂടെ ക്വാളിറ്റി കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരായിരുന്നു. അതും ഇല്ലാതെ കഴിഞ്ഞു പോയ ആൾക്കാരും, അതായത് സീസൺ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും വന്നിട്ട് മൊത്തത്തിൽ സംസാരിച്ച് ഈ ഷോനെ ക്രെഡിബിലിറ്റിനെ കളഞ്ഞിട്ടുണ്ട്. ജിൻഡോ എന്ന മത്സരാർത്ഥി ഷോയ്ക്കകത്ത് മണ്ടനായി അഭിനയിക്കുകയായിരുന്നു എന്നാണ് തോന്നിയത്. അഭിനയിക്കുന്നില്ല, ഐ ഫീൽ ലൈക്ക് ഈസ് വെരി കണ്ണിങ്. അത് ഹി വാസ് യൂട്ടിലൈസിങ് ഇറ്റ്. അതൊരു ഹീസ് ഇന്നസെന്റ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈസ് വെരി സ്മാർട്ട് ആൻഡ് കണ്ണിങ്. അതൊരു സെല്ലിംഗ് പോയിന്റ് ആക്കി. Okay. And he had a very huge support outside, I'm pretty sure. And അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. സീസൺ 6 എത്തുന്ന സമയത്ത് ആരൊക്കെയോ ഇനെജിബിൾ ആയിട്ട് തോന്നിയിരുന്നു? ഫൈനലാണോ? അല്ല, ഐ മീൻ ടോപ്പ് 5 എത്തുമ്പോൾ ടോപ്പ് 5 തോന്നിയിട്ടുണ്ട്. അതിനുമ്പ് എനിക്ക് അപ്സരയൊക്കെ കുറച്ച് ഓക്കെ ആയിരുന്നു. പുള്ളിക്കാരൊക്കെ അത്ര നേരത്തെ പോയത് എനിക്ക് ഓക്കെ തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞേ ഗബ്രി ആണെങ്കിലും that was very unnecessary. അത് അവര് മുമ്പ് പുറത്തു പോയവരാണ് അല്ലെ. അപ്സര അതിൽ കേറാൻ പറ്റാത്തതാണ്, എലിജിബിൾ ആയിട്ട് കേറാൻ പറ്റാത്തത്. ഇപ്പൊ നീ ചോദിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് പറയാം, അവരുടെ പേര് പറഞ്ഞേ. എലിജിബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ശരിക്കും ആരായിരുന്നു? ഋഷി. ഓക്കേ. പിന്നെ ആരുണ്ടായിരുന്നേ? അഭിഷേക്. പിന്നെ മറ്റേ ഫിനാലെ കിട്ടിപ്പോയതാ, അത് കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഓക്കേ. പിന്നെ അർജുനയുടെ 5ാമത് നിന്നോട്ടെ, കുഴപ്പമില്ല. 5 നിന്നോട്ടെ, 5ാമത്തെ നിന്നോട്ടെ. അപ്പൊ ബാക്കി 2 പേരാര്? ഈ 3 പേരോട് ഉണ്ടായിരുന്ന ജിൻഡോ ജാസ്മിൻ. ഓക്കേ, ജിൻഡോ ജാസ്മിൻ അർജുൻ. ബാക്കി 2 പേരാരെ ഞാൻ ഇടണം എന്നുള്ളതാ. ഐ തിങ്ക് എനിക്ക് കണ്ടസ്റ്റന്റ് ഒക്കെ മറന്നുപോവുകയും ചെയ്തു. അപ്സരനെ വെക്കായിരുന്നു. പിന്നെ ആരെയൊന്നുണ്ടായിരുന്നു? പിന്നെ ആരെയാ പറയുമ്പോ നോറയൊക്കെ നല്ല കണ്ടസ്റ്റന്റ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര ഒച്ചപ്പാട് അതുകൊണ്ട്. പിന്നെ വേറെ ആരാ ഉള്ളത്? കഴിഞ്ഞില്ലേ കൊറേ പേര്? എത്ര പേരുണ്ട് നിന്ന്? സിജോ, അൻസിബ, ആര്? ഗബ്രിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു സമ്മതിച്ചില്ലല്ലോ. ആര് സമ്മതിച്ചില്ല? ആര് പറയാ നേരത്തെ പുറത്തു പോയി എന്നുള്ളത്? അല്ല, നേരത്തെ പോയി എന്നുള്ള സാധനം ഇല്ലണ്ട്. ഞാൻ പറയാ പിന്നെ നമ്മൾ നേരത്തെ പോയത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് കഴിയുമ്പോ എങ്ങനെ, പിന്നെ അവരൊക്കെ വെരി ഇനിഷ്യലി പോയതല്ലേ ആര് ഗബ്രിയൊക്കെ. സോ ബാക്കി എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ ഓൾമോസ്റ്റ് അവസാനം വരെ എത്തി വെച്ചിട്ട് തന്നെ പറയുന്ന വെക്കുമ്പോ അപ്സര ഐ തിങ്ക്, ആൻഡ് വേറെ ആരും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, വരുന്നില്ല. യെസ്. ഓക്കേ. സോ ബിബി അൾട്ടിമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിളിച്ചാ വിളിക്കാൻ ഒരു ചാൻസും ഇല്ല. വിളിച്ചാ പോവില്ലേ? പക്ഷെ പോകാം, പക്ഷെ എന്താ അറിയോ, ഭയങ്കര ചിന്തിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അറിയാലോ ബാക്കി സീസണിലുള്ള എക്സ് കണ്ടസ്റ്റൻസ് ആണ് വരാൻ പോണത്. ചിലപ്പോ എനിക്ക് ഇഷ്ടമല്ലാതെ പറഞ്ഞാൽ അയാളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും പോയി റെസ്ക് എടുക്കണോന്നൊരു സംഭവം ഉണ്ട്. പിന്നെ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി, പക്ഷെ പേയ്മെന്റ് ഒക്കെ നല്ല പേയ്മെന്റ് വരാണെങ്കിൽ ഞാൻ പോകും. എന്തായാലും പേരെന്തായാലും കെട്ടുപോകുന്ന മണി. യെസ്. സോ സീസൺ 6 എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഡബിൾ സ്റ്റാൻഡ്സ് ഉള്ളവർ വീടിനകത്ത് 100 ദിവസം വരെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉണ്ട്. ആരായിരുന്നു? ജിൻഡോ. ഡബിൾ സ്റ്റാൻഡ് ആയിരുന്നു. വായെടുത്ത കള്ളത്തിന് മാത്രമേ പറയത്തുള്ളൂ ഒന്ന്. പിന്നെ എന്താ പറയാ, ഞാൻ പിന്നെ കുറെ മറന്നു കേട്ടോ ഈ സീസണിനെ കുറിച്ചിട്ട്. എനിക്ക് ആദ്യം മുതലേ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരാളുടെ മാത്രം കുറ്റങ്ങള് കുറ്റമല്ലാതെയും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കുറ്റമായി കാണുന്നതായിട്ടും എനിക്ക് ഈ സീസണത്ത് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി അവർ ജാസ്മിനും ജിന്നോ തമ്മിലാണല്ലോ മെയിൻ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് ജാസ്മിൻ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യപ്പെടുന്ന പോലെയും ജിൻഡോ ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ മാറ്റി പറയൂലേ. എനിക്ക് ആ സീസണിൽ ആരെ വിന്നർ വെച്ച് എനിക്ക് ആക്ച്വലി ഒരു ഉത്തരം തരാനില്ല. ജിൻഡോനെ ഹി മൈറ്റ് ബി നൈസ് പേഴ്സൺ, അതൊക്കെ ആയിക്കോട്ടെ. ഞാനും ഷോ കണ്ടതാണ് നിങ്ങളുടെ കൂടെ തന്നെ. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ഉണ്ടാവല്ലോ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന വെച്ചിട്ട്. എനിക്ക് പുള്ളിക്കാരനെ എപ്പോ നോക്കിയാലും വേറെ കള്ളത്തിലേ പറയത്തുള്ളൂ. ഒരു കാര്യം പറഞ്ഞത് അപ്പൊ തന്നെ വന്ന് എത്ര പ്രാവശ്യം പബ്ലിക്കലി ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്, എത്രയോ സിറ്റുവേഷൻസ്. അപ്പൊ എനിക്ക് അങ്ങനെ കൊണ്ട് നോക്കുമ്പോൾ അതാണോ വിന്നർ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഈ കോൺസെപ്ഷൻ അടിസ്ഥാനത്തിൽ ബിബി സീസൺ 7 റോഹന വിട്ട് അങ്ങനെ വിടാൻ താല്പര്യമുള്ള ഒരാളെ പറഞ്ഞേ.
അതാണ് വേറെ പറയും ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതല്ല അവിടെ പോയിട്ടുള്ളത് എല്ലാരും മനസ്സിലാക്കണോ. ഇപ്പൊ കണ്ടില്ലേ സായി പോയത്, എന്തൊക്കെ പറഞ്ഞ സായി പോയത്, അവിടെ ചെന്നപ്പോഴേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലടോ ഇത്. സായി പക്ഷെ മനുഷ്യനാൻ പോയുള്ള ഇപ്പൊ സിബിൻ വന്നില്ലേ, സിബിൻ എങ്ങനെ വന്ന നമ്മൾ എപ്പോഴും ചിന്തിച്ചു സിബിൻ ഇങ്ങനെ ഔട്ട് ആവും ആഫ്റ്റർ എ വീക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇവന്റെ ആദ്യത്തെ പെർഫോമൻസ് കണ്ടപ്പോ നമ്മൾ വെച്ചാൽ എന്താണ് ഫൈനൽ 5 പോവാ. നമുക്കൊരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളത്. പ്രഷർ ആണോ ഈ പിന്നെ ടാസ്കിന്റെ പേരിലാണോ ഇപ്പം ബിഗ് ബോസ് ഇപ്പം ദുഷ്ടനാണോ, തന്റെ എക്സ് ഗേൾഫ്രണ്ട് വരെ കേട്ടിക്കൂടെ അവിടെ വിടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കളയൊരു ഗെറ്റ് ദ കോണ്ടന്റ്. ഇപ്പൊ നോക്കണ്ട ആ കുറെ പൊളയുന്നുണ്ടെന്ന് പണി കൊടുത്തേക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ പറഞ്ഞതാ. എനിക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഐ ഡോണ്ട് നോ, ചിലപ്പോ എക്സിനെ കൊണ്ട് എക്സൈറ്റഡ് ക്ലാഷ് ഉള്ളൂ, എക്സിനെ കേട്ടുവിടുന്നൊക്കെ. അർജുൻ ശ്രീതു സൗഹൃദം ബിബി ഷോയുടെ റേറ്റിംഗ് കൂട്ടിയിട്ടുണ്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ കുറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് വെരി ക്യൂട്ട് ടു സീ, നോട്ട് ഓൾ ദ ടൈം ബട്ട് ഇറ്റ് വാസ് ലൈക്ക് വിത്തിൻ ദ ബൗണ്ടറി ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തു. കേരളത്തിന് ഭയങ്കരമായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സീസൺ 6 പവർ റൂം കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒരു സക്സസ് ഫോർമുല ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വേണ്ടായിരുന്നു. അല്ലാണ്ട് മറ്റേ ടീം ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന അടി ബഹളങ്ങൾ കുറെ ഫൺ എലമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു ഈ മറ്റേ പവർ റൂം എന്ന് പറഞ്ഞ സാധനം കൊണ്ടപ്പോഴേക്കും. അതും ആർക്കും അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും അറിയത്തുണ്ടായിരുന്നില്ല. അവരൊക്കെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇംഗ്ലീഷിലേക്ക് കുറെ ആൾക്കാർ അങ്ങനെയാണ് സേവ് ആയി പോയിട്ടുള്ളത്. അത് ശരിക്കും വർക്ക്ഔട്ട് ആയില്ല. ഇവരെന്ത് മറ്റേ തമിഴ് സീസണിനകത്ത് കഴിഞ്ഞ സീസണിനകത്ത് അങ്ങനെ എന്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ചിന്ന ബോസും ബിഗ് ബോസും അങ്ങനെ എന്തോ സംഭവം കൊണ്ടുപോകുന്ന തോന്നുന്നുണ്ട് പവർ റൂം പോലത്തെ. BB6 ചലഞ്ചറായി രജിത് കുമാർ വന്നെങ്കിൽ തകർത്തേനെ. എനിക്ക് വളരെ ഒരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പറയാന്നൊക്കെ എന്നാലും വഞ്ഞിക്കിടും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഷോന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ? എന്തിന് പുറത്താക്കപ്പെട്ടത്? എന്തിനാണ്? കണ്ണിൽ മുളക് തേച്ചിട്ട് പുറത്താകപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈവൻ കേസൊക്കെ ആയിട്ട് കുറെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയില്ല, സെയിം ലൈക്ക് ചെന്നൈയിലാണ് നടന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഡോക്ടർ റോബിൻ ആണെങ്കിലും അങ്ങനത്തെ ഒരു ആക്ടിന്റെ പേര് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പൊ റോക്കി ആണെങ്കിലും അങ്ങനത്തെ ഒരു ആക്ടിനകത്തല്ല പുറത്താക്കപ്പെട്ടത് ആയില്ലേ? എന്നിട്ട് പുള്ളിക്കാരനെ ഫിനാലേക്ക് പോലും വിളിച്ചിട്ടില്ല. അയാളൊരു സീൻ പോലും മറ്റേ വീഡിയോസിനകത്തും കാണിച്ചിട്ടില്ല. എന്നിട്ടും ഇതേപോലെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രജിത് കുമാറും ഡോക്ടർ റോബിനും. എന്നിട്ട് അവരെ ചലഞ്ചേഴ്സ് ആയിട്ട് വേറൊരു സീസണിൽ കൊണ്ടുവന്നില്ലേ? അപ്പൊ ആ കാണിക്കുന്നത് എന്താണ്? പാടില്ല. പിന്നെ അവരൊന്നും ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ ഷോയിൽ ആപ്റ്റ് അല്ല, നിങ്ങൾ അതിനെ എഗെയിൻസ്റ്റ് റൂൾസ് ചെയ്തുകൊണ്ടല്ലേ പുറത്താക്കിയത്. എന്നിട്ട് അവരെ വീണ്ടും പിടിച്ച് ഒന്നെങ്കിൽ ചലഞ്ചറായിട്ട് കൂടെ, അതും വലിയ പ്രിവിലേജ് കൊടുത്ത് ചലഞ്ചറായിട്ട് കൊണ്ടുവരുന്നു. അതിന് അടുത്ത സീസണിലേക്ക് പിന്നെയും നിങ്ങൾ അവരെ കണ്ടസ്റ്റന്റിനെ കൊണ്ടുവച്ചാൽ വാട്ട് ഈസ് ദ ലോജിക്? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് അതൊരു കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കാണിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചക്ക് എല്ലാം സെറ്റാക്കി വെച്ചേക്ക്. ആ സീസണിൽ തന്നെയാണ് ഈ സഹ മത്സരാർത്ഥിയുടെ കണ്ണില് ഇതുപോലെ മുളക് തേച്ച് വിവാദം നീ കണ്ടോ ഞാൻ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ എവിടെ കണ്ടേ ഞാൻ മുളക് തേച്ചത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടോ മുളക് കണ്ടോ? നീ മുളക് കണ്ടോ? നീ മുളക് കണ്ടോ? ഞാൻ മുളക് അരയ്ക്കുന്ന കണ്ടോ? മുളക് കലക്കുന്ന കണ്ടോ? ഏഷ്യാനെറ്റിനും അറിയാം, ബിഗ് ബോസ് ടീമിനും അറിയാം. മനസ്സിലായല്ലേ? അതുകൊണ്ട് പച്ചമുളക് എടുത്ത് വെച്ച് അരച്ച് നീ ഇതിനാ എന്നെ കൊണ്ട് ഒരു മിനിറ്റ്. അവളുടെ വിറ്റ്നസിനകത്ത് ഞാനായിരുന്നു വിറ്റ്നസ്. ഏത് കേസിനകത്തുള്ള ഐ വിറ്റ്നസിനകത്ത് ആള് പറഞ്ഞത് കൊണ്ടാണ് അത് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഹലോ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോഴും ആ സീൻ നല്ല ഓർമ്മയുണ്ട്. ഇവള് മറ്റേ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുന്നത്. അപ്പൊ ഇയാളെ മറ്റേ വികൃതി കുട്ടിയാണല്ലോ, ഓൾറെഡി എന്നെ ചൊറിഞ്ഞോണ്ട് ഇരിക്കുന്നത്. എനിക്ക് ഓൾറെഡി അയാളെ വികൃതി കുട്ടിയെ ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോഴാണ് മറ്റേ അടുക്കളയിൽ നിന്ന് മുളക് കൊണ്ടുവന്നിട്ട് അയാൾ അങ്ങനെ അരച്ചിട്ടല്ല, പൊട്ടിച്ചു. കൈകൊണ്ട് ഞെരടില്ലേ, കൈകൊണ്ട് ഞെരടിയിട്ട് ആ ബെഞ്ചിന് മുമ്പിൽ താഴെ കടപ്പുണ്ട് ഈ സാധനം. ഓക്കെ, എന്നിനുള്ള ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹിക്കുന്നതാണ് മറ്റേ കണ്ണിൽ ഇങ്ങനെ തേച്ചിട്ട് അനുഗ്രഹം ഓടി ചെയ്തിരുന്നത്. അല്ല, ഞാൻ വെച്ച് അനുഗ്രഹിച്ചാന്ന്. ഞാൻ ബാക്കിൽ നിന്ന് കാണുമ്പോൾ എന്തോ ഇങ്ങനെ ചെയ്യുന്നു, അവസിലേക്കണോ ഓ അനുഗ്രഹിക്കുന്നതായിരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് ഷീ സ്റ്റാർട്ട് ലൈക്കണോ കണ്ണ് നീറുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ആ സമയത്താണ് കണ്ണാസുഖം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. യു ഡോണ്ട് ബിലീവ്, 4 വർഷമായിട്ട് അവൾ ഇപ്പോഴും ആ കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് കൊണ്ടാണ് നടക്കുന്നത്. ഷീ കനോട്ട് ലീവ് വിതൗട്ട് ഇറ്റ്. എന്നിട്ട് അപ്പം ആ സമയത്ത് അഭിരാമി അമൃതയൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു പുള്ളിക്കാരനായിട്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പേഴ്സണലി ഫ്രണ്ടിൽ പോയിട്ട് ആ നിലത്തിടുന്ന പച്ചമുളക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ മുമ്പിൽ ഇട്ട് കൊടുത്തത്. അത് ഞെരടിയുള്ള പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ
ദിസ് ഇസ് വാട്ട് ഹി ഹാസ് ഡൺ എന്ന് ഞാൻ പറഞ്ഞു. അവളെ പുറത്ത് കൊണ്ടുപോയി കണ്ണ് കഴുകി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അവൾക്ക് 2 റെട്ടിനെങ്കിൽ ആദ്യമേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഐ ഇൻഫെക്ഷൻ പുറത്തു പോയില്ലേ, ആ സമയത്ത് അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ളത്. 2 റെട്ടിനൊക്കെയാണ് ബാധിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങൾ ആ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ കാണാം, ഞങ്ങൾ അത്രയ്ക്കും ഓക്കെ അല്ല, ഞങ്ങൾ പകരത്തില്ല, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ. ആ സമയത്താണ് ഇവൾ തിരിച്ചു കയറി വരുന്നത്. വെരി ഇനിഷ്യലി ഷി വാസ് കമ്മിങ്. ഇത് സംഭവിച്ചതിന് ശേഷം അവൾ എപ്പോഴും ആ മറ്റൊരു ലൂബ്രിക്കന്റ് ഉണ്ട് സാധനം, ഷി കനോട്ട് ലീവ് വിതൗട്ട് ഇറ്റ്. ടാസ്കിന്റെ ഭാഗം കണ്ണുമുള്ള ടാസ്ക് ഇസ് ലൈക്ക്, നിങ്ങൾ ഈ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന വികൃതി പിള്ളേർ, ഞാൻ എന്താ കാണിച്ചത്, ദേ ഐസന്റെ ടീച്ചറാണ്, കാത് താത്തിട്ട് പറഞ്ഞാൽ ഞാൻ താത്തിട്ടുള്ള, അതായത് അതൊക്കെയാണ് എന്റെ പേരിലെ കംപ്ലൈന്റ്. ഞാൻ വികൃതി കുട്ടിയാ, ബിക്കോസ് ഞാൻ അനുസരിക്കുന്നില്ല. നോ, ഐ എം ഫ്രം എ റിച്ച് ഫാമിലി, ഞാൻ എന്റെ കാത് താത്താൻ താല്പര്യമില്ല. അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് മറ്റേ ഇല്ല, ആ സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താ പറ്റിപ്പോ. രേഷ്മ ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫോർഗീവ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ, ഞാൻ പറയാം, ഞാൻ വേറെ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫോർഗീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കുന്നില്ല. ചിലപ്പോൾ ഷീ സഫറിങ് സംതിങ് എൽസ്. എനിക്കറിയില്ല അവൾ എന്താ സഫർ ചെയ്യുന്നുള്ളത്. ആ സമയത്ത് അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് വീഴും, എന്തൊക്കെയോ കുറെ ആഫ്റ്റർ എഫക്ട് അവളുടെ അമ്മയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഷീ ഹാവ് ദ ഗ്രഡ്ജ്, നോ. അതെല്ലാം വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി, ആൻഡ് ഷീസ് എ ഡിഫറെന്റ് പേഴ്സൺ, ഷീ ഡസന്റ് വാണ്ട് ടു ഫോർഗീവ്. അങ്ങനെ ആയിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇത് ഇറങ്ങിയപ്പോ തൊട്ടികൾ പറഞ്ഞോണ്ടിരിക്കുന്നത് തേച്ചിട്ടില്ല, അല്ല ആദ്യം തേച്ചു, പണ്ട് ഇവിടെയായിരുന്നു, പിന്നെ ഇറങ്ങിയെങ്കിൽ ഇവിടെയായി, പിന്നെ ഇറങ്ങിയെങ്കിൽ ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തേച്ചോ ചോദിക്കുന്നത്. ആ സമയത്ത് അവിടെ പിന്നീട് പച്ചമുളകിന്റെ മണം ഉണ്ടല്ലോ, നല്ല ഫ്രഷ് പച്ചമുളക് പൊട്ടിക്കുന്ന ഒരു മണമുണ്ട്. ആ സ്മെല്ലായിരുന്നു ആദ്യം വന്നത്. നല്ല മുളകിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തു, സമ്മതിച്ചു. നമ്മൾ ദൈവം ഒന്നല്ലോ. ഇവര് പറയുന്ന ദൈവം, ഞാൻ എല്ലാം ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ദെൻ വി ഷുഡ് കോൾ യു ഗോഡ്, നോ? ഇത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വി ഡു മേക്ക് മിസ്റ്റേക്ക്, നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാവും. സോ അക്സെപ്റ്റ് ഇറ്റ്, നോ? അവരോട് പോയിട്ട് അവളോട് സോറി പോലും ചോദിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഒരു ഫോർഗീവ്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ തീരുന്ന മോസ്റ്റ്ലി പ്രശ്നങ്ങളേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു മെന്റലി ഓക്കെ ആയിരിക്കുമല്ലോ. ലൈക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ സോറി പറഞ്ഞു, എനിക്ക് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി എന്നുള്ളത് തരണല്ലോ. അല്ലാണ്ട് കുത്തിരുന്ന് ഡിഫെൻഡ് ചെയ്തിരിക്കില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് നോട്ട് റൈറ്റ് തിങ്. ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്, യു ഹാവ് ഡൺ ഇറ്റ്, ഓക്കെ. ഇത് കുറെ പേര് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ചില സമയത്ത് ചില രാജാക്കന്മാരാണല്ലോ നിൽക്കുന്നത്. ആ രാജാക്കന്മാരുടെ സമയത്ത് നമ്മൾ ഈ പ്രജകൾ പോയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റേ തെറിവിളിയ അബ്യൂസ് കമന്റ്സ് വരുന്നല്ലാണ്ട് രാജാവിനെ തൊടാൻ പാടില്ലല്ലോ. അങ്ങനത്തെ ഞാൻ പറഞ്ഞു, ആഫ്റ്റർ ഐ റീച്ച് എ പോയിന്റ് ലൈക്ക്, എനിക്കങ്ങനെ വലിയ സൈബർ അറ്റാക്ക് ഒന്നും എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ബിക്കോസ് എനിക്ക് ചിലവ് വരുന്നവരല്ല, ആൻഡ് ദേ ആർ വെരി ജോബ്ലെസ്. ലെറ്റ് ദം ഡു ഇറ്റ്. അവരുടെ എന്റർടൈൻമെന്റ്, എനിക്ക് അത്രേ ഉള്ളൂ.